ഹായ് ഹലോ നമസ്കാരം മച്ചമ്മരെ വണക്കം. ഒരുപാട് അപ്ഡേറ്റുകളുമായിട്ടാണ് ഞങ്ങൾ വന്നിരിക്കുന്നത്. ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പറയാനുണ്ട്. ഒരുപാട് കാര്യങ്ങൾ പറയാനുള്ളതെന്ന് വെച്ചാൽ ഇനി നമുക്ക് ഈ വരുന്ന ദിവസങ്ങളിൽ ഒരുപാട് കാര്യങ്ങൾ നടക്കാൻ പോകുന്നുണ്ട്. അതിന് വേണ്ടിയിട്ടുള്ള സംഭവബഹുലമായ ദിവസങ്ങളാണ് ഞങ്ങൾക്ക് ഇനി അങ്ങോട്ട് ഉള്ളത്. ആദ്യം തന്നെ പറയേണ്ടത് സിയയുടെ സ്കൂൾ അടച്ചു എന്നുള്ള ഒരു ബഹുലമായ ഒരു കാര്യമാണ് ആദ്യം തന്നെ പറയുന്നത്. അതെന്തായാലും ഇവർക്ക് എനിക്ക് തോന്നുന്നു 27 അടച്ചത്. ഇപ്പൊ 2 ദിവസം ആകുന്നുള്ള സ്കൂൾ അടച്ചിട്ട്. അപ്പൊ അത് സിയയുടെ സ്കൂൾ അടച്ചതിന് ശേഷം ഇനിയിപ്പോ 2-3 മാസത്തേക്ക് സിയ ഫ്രീ ആണ്. 2-2.5 മാസം ജൂൺ പകുതിയായിട്ടേ സ്കൂൾ തുറക്കത്തില്ല. അതുവരെ സിയ ഫ്രീ ആണ്. അപ്പൊ നമ്മള് പിന്നെ കുറെ കറക്കങ്ങളും കാര്യങ്ങളും ഒക്കെ നമ്മൾ പ്ലാൻ ചെയ്തേക്കുന്നത്. നമ്മള് നാളെ പ്ലാനിങ്ങിലുള്ളത് ഫസ്റ്റ് കറക്കം എന്ന് പറയുന്നത് നാളെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നു. ഞങ്ങൾ ഒരാഴ്ച ബാംഗ്ലൂരേക്ക് പോവുകയാണ്. എന്റെ ജോലിയുടെ ആവശ്യത്തിന് പോകുന്നു. ഇവര് രണ്ടുപേരും ഇത്തൽ കണ്ണികളെ എന്റെ കൂടെ കൂടുന്നു. അതെ, അത് അങ്ങനെ പോവാനും ഒരു കാര്യമുണ്ട്. കാരണം എന്ന് വെച്ചാല് നമ്മള് വീട് ഷിഫ്റ്റ് ചെയ്യുന്നുണ്ട്. ഷിഫ്റ്റ് ചെയ്യുന്ന സ്ഥലത്ത് അതായത് നമ്മളെ ചുരുക്കി പറഞ്ഞാൽ ഞങ്ങളുടെ ലക്ഷറി ലൈഫിൽ നിന്നും ഞങ്ങൾ ഒന്ന് താഴേക്ക് ഇറങ്ങുകയാണ്. ലക്ഷറി ലൈഫ് എന്ന് പറഞ്ഞാൽ നമ്മള് ഫ്ലാറ്റ് ജീവിതത്തിൽ നിന്നും ഞങ്ങള് താഴേക്ക് ഇറങ്ങി നമ്മൾ വീട് ജീവിതത്തിലേക്ക് മാറി. താഴേക്ക് ഇറങ്ങി എന്ന് പറയാൻ പറ്റത്തില്ലല്ലോ അതിനല്ലേ. പക്ഷെ വീട്ടിൽ സാധനങ്ങളൊന്നുമില്ല. മറ്റേ ഫ്ലാറ്റിന്റെ ലക്ഷറി ഇല്ല. എപ്പോഴും നമ്മൾ ഫ്ലാറ്റ് എടുക്കുമ്പോൾ ഫർണിഷ്ഡ് ആയിട്ടുള്ള ഫ്ലാറ്റ് ആണ് എടുക്കുന്നത്. അപ്പൊ നമ്മളിപ്പോ നോക്കിയപ്പോഴത്തേക്ക് വീട്ടില് അത് നിങ്ങൾക്കൊക്കെ അറിയാമെന്ന് വിചാരിക്കുന്നു. ഈ കാണുന്ന ഫ്ലാറ്റുകൾ ഞങ്ങൾ താമസിക്കുന്ന ഫ്ലാറ്റുകളൊന്നും ഞങ്ങളുടെതല്ല കേട്ടോ. അങ്ങനെ തെറ്റിദ്ധരിക്കരുത്. ഞങ്ങൾ വാടകയ്ക്കാണ് താമസിക്കുന്നത്. അപ്പൊ ഞങ്ങളിപ്പോ എന്തായാലും ഒരു വീട് എടുത്തു. ആ വീട്ടില് ഈ പറയുന്നതൊക്കെ പ്രത്യേകിച്ച് ഫർണിച്ചർ ഒന്നും ഇല്ല. അപ്പൊ അതെടുക്കാനും ഒരു കാരണമുണ്ട്. അതെ, അതാണ് മമ്മൻ സർപ്രൈസ്. അത് നമ്മള് വരും ദിവസങ്ങളിൽ പറയുന്നതായിരിക്കും. അപ്പൊ ഞങ്ങളിപ്പോ താമസിച്ചുകൊണ്ടിരിക്കുന്നത് ട്രിവാൻഡ്രത്ത് കുമാരപുരത്താണ്. അവിടെ നിന്ന് ഈ മാസം കൂടെ, അതായത് ഏപ്രിൽ ആദ്യത്തോടുകൂടി ഞങ്ങള് കഴക്കൂട്ടത്ത് അടുത്ത് സ്ഥലത്തേക്ക് ഞങ്ങൾ താമസം മാറുകയാണ്. അങ്ങോട്ട് താമസം മാറുന്നത് ഒരു വലിയൊരു സർപ്രൈസ് ഉണ്ട്. അത് ഞങ്ങൾ പറയാം. അതിപ്പോഴേ പറയുന്നില്ല. അതെ, ഇനിയുള്ള വീഡിയോസ് നമ്മൾ സാധാരണ പറയുന്ന ഇനിയുള്ള വീഡിയോസ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കണം. അത് നമ്മളിങ്ങനെ ഒരു സീരീസ് ആയിട്ട് നമ്മൾ ഓരോന്നോരോന്നായിട്ട് ഞങ്ങളുടെ ലൈഫിലുണ്ടാകുന്ന അപ്ഡേറ്റ്സ് പറയുന്നതായിരിക്കും. കാര്യം ഒരുപാട് കാര്യങ്ങൾ സംഭവിക്കുന്നുണ്ട്. ഒന്ന്, ആ ഫ്ലാറ്റ് മാറി ഞങ്ങൾ അങ്ങനെ ഒരു വീട്ടിലേക്ക് താമസം മാറുന്നു. സ്വാഭാവികമായിട്ടും റെന്റും കുറവുണ്ട്. മൊത്തത്തിൽ നോക്കുമ്പോഴത്തേക്ക് കുഴപ്പമില്ല. നല്ല ലാഭകരമായിട്ടുള്ളൊരു അതിന് വേണ്ടിയിട്ട് ഒരു റീസണും ഉണ്ട് അങ്ങോട്ട് മാറാനായിട്ട്. അപ്പൊ അത് നമുക്ക് പിന്നെ കാണാം. പിന്നെ അടുത്ത ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ ടീമിൽ കൂടെ ഒരാളും കൂടെ ജോയിൻ ചെയ്തിട്ടുണ്ട്. പക്ഷെ ആള് വന്നിട്ട് കുറച്ച് ദിവസമായി. ഇപ്പോഴാണ് നമ്മള് ആളെ ഒന്ന് വെളിയിൽ കാണിക്കുന്നത്. അപ്പൊ വീഡിയോ എടുത്തോണ്ടിരിക്കുന്നത് സ്വാഭാവികമായിട്ടും ആരായിരിക്കും എന്ന് ഞങ്ങളുടെ വീഡിയോസ് കാണാറുള്ളവർക്കൊക്കെ അറിയാം. ആ തിരുമോന്തി കൂടെ ഒന്ന് കാണിച്ചു കൊടുത്ത് അവന്റെ കൊടുത്താൽ ഞങ്ങൾ എടുത്തു തരും. ഓക്കെ, പിന്നെ ഞങ്ങളിപ്പോ ഇരിക്കുന്ന സ്ഥലം എന്ന് പറയുന്നത് കഴക്കൂട്ടത്താണ്. കഴക്കൂട്ടത്ത് സ്വാമീസ് വെജ് റെസ്റ്റോറന്റ് ഉണ്ട്. കഴക്കൂട്ടത്തിനും കുളത്തൂരിനും ഇടയില് VSSC റോഡിലാണ് സ്വാമീസ് വെജ് റെസ്റ്റോറന്റ് വരുന്നത്. ഞങ്ങൾ ഞാൻ ആക്ച്വലി ഇവിടെ ആദ്യം വരുന്നത് എപ്പോഴാണെന്ന് അറിയാമായിരുന്നു. നമ്മുടെ മറ്റേ വെഞ്ഞാറമൂട്ടിലേക്ക് നമ്മുടെ ആദ്യത്തെ 24 മണിക്കൂർ ചായക്കഥ എന്ന് പറയുന്ന നമ്മുടെ ഇതുണ്ടല്ലോ, അതിന്റെ ഷൂട്ട് കഴിഞ്ഞിട്ട് ഞാൻ അനുവിനെ ആദ്യമായി കാണുന്ന 24 മണിക്കൂർ ചായക്കഥ എന്ന് പറയുന്നത് ഷോർട്ട് ഫിലിമിന്റെ ഷൂട്ടിങ്ങിന്റെ ടൈമിലാണ്. അതെ, അത് ഞാൻ ഒരിക്കലും മറക്കത്തുമില്ല. അങ്ങനെ ഒരു ദൗർഭാഗ്യകരമായ ആയിക്കോട്ടെ. ഓക്കെ, അങ്ങനെ അന്നത്തെ ദിവസം തൊട്ട് ആ ദിവസം നമ്മളെ ട്രിവാൻഡ്രത്ത് നമ്മള് ഷൂട്ട് ഉണ്ടായിരുന്നല്ലോ, കോളമല്ല ശംഖുമുഖത്ത്. എന്നിട്ട് ഞാൻ തിരിച്ചു പോകുന്ന വഴിക്കാണ് ഞാൻ ആദ്യമായിട്ട് ഈ സ്വാമീസ് വെജ് റെസ്റ്റോറന്റിൽ നിന്ന് ഫുഡ് കഴിക്കുന്നത്. അന്ന് എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു റെസ്റ്റോറന്റ് ആണ്. നമ്മൾ പല സമയങ്ങളിലും പിന്നെ ഇതുവഴി പോകുന്ന വഴിക്ക് ഞങ്ങൾ കയറി കഴിക്കാറുണ്ട്. മസാല ദോശ ബെസ്റ്റ് ആണ് ഇവിടുത്തെ. പിന്നെ അതുപോലെ തന്നെ ചപ്പാത്തി. ഈവനിങ് ആയതുകൊണ്ടാണ് ഞങ്ങൾ ചപ്പാത്തി ആയിട്ടിരിക്കുന്നത്. അപ്പൊ അപ്പൊ സ്വാമീസ് വെജ് റെസ്റ്റോറന്റ് അതും നമ്മൾ പറഞ്ഞതേ ഉള്ളൂ. അപ്പൊ നാളെ ഞങ്ങള് ഈ പറയുന്ന കണക്ക് ഒരാഴ്ചയല്ല, ഒരു 7 ദിവസത്തെ ഒരു ബാംഗ്ലൂർ ട്രിപ്പ് ഞങ്ങൾ പോവാണ്. അതായത് നമ്മൾ ബൈ റോഡാണ് പോകുന്നത്. നമ്മൾ ഇവിടെ നിന്ന് ട്രിവാൻഡ്രത്ത് നിന്ന് നമ്മൾ രാവിലെ തിരികെ ഒരു 10-11 മണിയാകുമ്പോൾ തിരിക്കും. അതാണ് നമ്മുടെ രാവിലെ ബാംഗ്ലൂർ ട്രിപ്പ് നമ്മൾ പോകുന്നത്. എന്നിട്ട് നമ്മൾ 7-8 ആകുമ്പോൾ തിരിച്ചു വരും. അത് കഴിഞ്ഞിട്ട് കുറെ വമ്പൻ അപ്ഡേറ്റ്സ് വരുന്നുണ്ട്. അതിന് മുന്നേ പല വീഡിയോസ് നമ്മൾ ഇടുന്നുണ്ടാവും. പക്ഷെ എന്നാലും ഈ പറയുന്ന കുറെ വമ്പൻ അപ്ഡേറ്റ്സ് വരുന്നുണ്ട്. അപ്പൊ എല്ലാവരും സ്റ്റേ ട്യൂൺ. ഞങ്ങളുടെ ജീവിതത്തിലെ മുന്നോട്ടുള്ള ഓരോ കാൽവയ്പ്പുകളിലും നിങ്ങൾ എല്ലാവരും കൂടെ ഉണ്ടാവണം. നിങ്ങളുടെ സപ്പോർട്ടാണ് ഞങ്ങൾ ഇതുവരെ എത്തിച്ചത്. മുന്നോട്ടുള്ള കാര്യങ്ങളിലും എല്ലാവരുടെയും നിങ്ങൾ ഞങ്ങൾക്ക് തരുന്ന സ്നേഹത്തിന്
ഞങ്ങളുടെ ക്വാളിറ്റി, ഞങ്ങളുടെ എന്താ ബട്ടൂർ വന്നപ്പോഴത്തേക്ക് ചെറുതായിട്ടൊന്ന് കോൺസെൻട്രേഷൻ പോയതാണ്. ചപ്പാത്തി കഴിച്ചില്ല, എല്ലാരും ബട്ടൂർ വേണം എന്നും പറഞ്ഞ് അങ്ങനെ ചീക്കുട്ടിക്ക് ബട്ടൂർ പൊള്ളിപ്പോകും. ഇതിങ്ങനെ പോകുന്നുണ്ട്. ഓക്കെ, അപ്പം നമ്മൾ പറഞ്ഞു തന്നെ. അപ്പം ഇനി മുന്നോട്ടുള്ള കാര്യം, അതായത് നമുക്ക് നിങ്ങൾ തരുന്ന സ്നേഹവും സപ്പോർട്ടും കൊണ്ടാണ് ഇവിടം വരെ നിങ്ങൾ എത്തിയത്. അപ്പോൾ ബിഗ് ബോസിൽ പറയുന്ന പോലെ ഇനി ഒന്ന് മാറ്റി പിടിച്ചാലോ, അതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. നമ്മൾ ഒന്ന് മാറ്റി പിടിക്കാൻ പോവുകയാണ്. നിങ്ങൾ കൂടെ ഉണ്ടാവണം. താങ്ക് യു സോ മച്ച്. ലവ് യു ആൾ. ബൈ.